ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ്. ഞാനും അച്ഛനും അമ്മയും ഒക്കെ ഒരുമിച്ച് മൂകാംബിക ക്ഷേത്രത്തിൽ പോയ ഒരു ടെമ്പിൾ വ്ലോഗ് അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങൾ മൂകാംബികയിൽ തൊഴുതിന് ശേഷം ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പോകുന്നുണ്ട്. അപ്പോൾ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്ലീപ്പറിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ വണ്ടി സ്പീഡിൽ പോകാൻ തുടങ്ങി. നമ്മൾ പാടത്തിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതൊക്കെ കാണാൻ. അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തേ ഉള്ളൂ. ഞാനൊരു പ്രകൃതി സ്നേഹിയായിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ രാത്രിയായി. അതുപോലെ തന്നെ രാവിലെ നമ്മൾ മൂകാംബികയിലെത്തി. മൂകാംബികയിൽ ബൈന്ദൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും, എന്നിട്ട് ബസ് കയറിപ്പോവും. അപ്പം കണ്ട ഒരു കാഴ്ചയാണിത്. അതും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഞാനും അച്ഛനും അമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആകപ്പാട് മടുത്തു. അങ്ങനെ നടന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് വീണ്ടും ഒരു കാഴ്ച കണ്ടു. അത് വീണ്ടും ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല, കാട്, മരങ്ങൾ ഇതൊക്കെയാണല്ലേ. അപ്പം എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സമയം പോകുന്ന ഒന്നും അറിയില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഞാൻ തന്നെയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഓരോരോ വികൃതിയൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ഞാൻ കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. നമ്മൾ ചെറിയൊരു ഹോട്ടലിലാണ് തൽക്കാലം കുറച്ച് മണിക്കൂറത്തേക്കാണ് നമ്മളിവിടെ താമസിക്കുന്നത്. അങ്ങനെ നമ്മുടെ റൂമൊക്കെ കാണിച്ചു തരികയാണ്. അവിടെ അടുത്ത് അച്ഛനൊക്കെ ഇരിപ്പുണ്ട്, നിങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ്, കണ്ടോ. അങ്ങനെ ഞങ്ങൾ മൂകാംബികയിലെത്തി. അതായത് അവിടുത്തെ ഒരു രഥമാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നത്, ഞാൻ 2ാമത്തെ വയസ്സിലായിരുന്നു ആദ്യമായിട്ട് മൂകാംബികയിൽ പോയത്. പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. ഇനി അടുത്ത ഫോട്ടോ കാണിക്കുന്നതും അവിടുത്തെ ഒരു രഥമാണ്. പിന്നെ അടുത്തത് അവിടുത്തെ ഒരു ആചാരമാണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ചടങ്ങ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ, നിങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഏതെങ്കിലും ചടങ്ങുകളൊക്കെ വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അന്നദാന സമയമായപ്പോഴേക്കും ഞങ്ങൾ തൊഴുത് ഇറങ്ങിയതിനാൽ ഞങ്ങൾ തന്നെ ഏറ്റവും ആദ്യം പോയി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അന്നദാനത്തിന്. ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ തൊട്ട് മുമ്പ് ഒരു അങ്കിള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതിരുന്നത് ഞാനും അച്ഛനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ ഉടുപ്പിയിലൊക്കെ പോകാനായിട്ട് നല്ല സമയം കിട്ടി. പിന്നെ ഇതൊരു ട്രാൻസിഷൻ വീഡിയോ ആണ് കേട്ടോ. സമയം പോകാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാണിക്കണ്ടേ. അങ്ങനെ ഉടുപ്പിയിലോട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ആയി. ഇനി ഞങ്ങൾ ഉടുപ്പിയിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ ഫുൾ വീഡിയോ കാണണേ. അപ്പം എൻ്റെ ഈ ചിരി കാണുമ്പോഴേ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ഉണർവുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത്രയും നേരം താമസിച്ച ഈ ഹോട്ടലിനോട് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഉടുപ്പിയിലോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും ബസ്സിലേക്ക് കയറിയിരിക്കുന്നു ഗായ്സ്. നമ്മൾ വീണ്ടും ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടാണ് ഓരോരോ അമ്പലങ്ങളിലും പോകുന്നത്. അങ്ങനെ ഈ കാട് മാത്രമാണ് കുറേ നേരത്തേക്ക് കാണാൻ സാധിച്ചിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ മടുപ്പ് തോന്നി. പിന്നെ ഈ ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ആ ഒരു ഐലൻഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഉടുപ്പിയിലെത്തിയിരിക്കുന്നു. ഇതാണ് ഉടുപ്പിയുടെ പ്രവേശന കവാടം. അവിടെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ബൊമ്മകൾ, പ്രതിമകൾ അതൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ എന്നൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ പോയത്. അപ്പോൾ ഇത് അവിടുത്തെ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രഥമാണ്. പിന്നെ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ തൊഴുതു കഴിഞ്ഞു. വീണ്ടും തിരിച്ച് നമ്മൾ കോട്ടയത്തോട്ടുള്ള യാത്ര ആരംഭിച്ചു. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പം എവിടെയോ കണ്ട് പരിചയം പോലെ തോന്നി. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഐലൻഡിൻ്റെ ആ ഒരു ഭാഗം, അതേപോലെ അതിനോട് സാമ്യം തോന്നിയതുകൊണ്ട് വീണ്ടും വീഡിയോ എടുത്തു. അങ്ങനെ സന്ധ്യയായി. ഒത്തിരി പരുന്തുകളൊക്കെ ആകാശത്ത് പറക്കുന്ന കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ യൂട്യൂബിലിടാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വന്ദേ ഭാരത് പോകുന്ന കണ്ടു.
അപ്പം എറണാകുളത്തെ സ്റ്റേഷനിലെത്തിയിട്ട് പിന്നെ അവിടുന്നായിരുന്നു ഞങ്ങൾ കോട്ടയത്തോട്ട് പോകുന്നത്. മൂകാംബികയിൽ നിന്ന് നേരെ കോട്ടയത്തോട്ടുള്ള ട്രെയിൻ ഞങ്ങൾക്ക് അപ്പം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് എറണാകുളത്ത് വന്നിറങ്ങി അവിടുന്ന് പോകുമായിരുന്നു. അങ്ങനെ വന്ദേ ഭാരതം പോയി. അപ്പം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കോട്ടയത്തോട്ട് തിരിച്ചു പോവുകയാണ്. ആരൊക്കെയുണ്ട് കോട്ടയംകാർ ഈ വീഡിയോ കാണുന്നവർ? അവരെല്ലാവരും ലൈക്ക് ചെയ്യണേ, അല്ലാത്തവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ രാത്രിയായി. ഇനി അടുത്ത ദിവസം രാവിലെയുള്ള ഈ കാഴ്ചയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. മൂകാംബികയിൽ പോയിട്ട് ദേവിയെയും പിന്നെ കൃഷ്ണനെയും ഒക്കെ തൊഴുത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയായിരുന്നു ഇത്. എനിക്ക് ഈ മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ രാവിലെ ഇങ്ങനെ മഞ്ഞ് കിടന്നിങ്ങനെ ഒഴുകുന്ന പോലെ നമുക്ക് കാണാമല്ലേ ഇതിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്രകൃതി സൗന്ദര്യം. തലേ കയറി നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട് അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് കമൻറ്റ് ബോക്സൊക്കെ നിറയ്ക്കണ്ടേ. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്താറായിട്ടോ. ഇപ്പം തന്നെ വീടെത്തും. അതിൻ്റെ ആ ഒരു സന്തോഷവും പിന്നെ മൂകാംബികയിൽ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ ആ ഒരു സങ്കടവും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളുടെ സ്വന്തം കോട്ടയത്തേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയേക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.